ചുരുങ്ങിയത് 46-47 വർഷത്തെ ബന്ധം ഈ നഗരവുമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു വിദ്യാർത്ഥിയുമായിരുന്നു. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള ഈ റോഡ് എൻ്റെ മാക്സിം ഗോർക്കി പറഞ്ഞ പോലെ എൻ്റെ സർവകലാശാലയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ 13 ദിവസം നിരാഹാരം കിടന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. നമസ്കാരം. തിരുവനന്തപുരം സെൻട്രലിൽ കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ CP ജോൺ. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് നിലവിലിപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഏറെ വിജയപ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പിനെയും ഈ ഒരു സീറ്റ് ലഭിച്ചതിനെയും അദ്ദേഹം നോക്കിക്കാണുന്നത്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഈ സീറ്റ് ലഭിക്കുന്നത്. സീറ്റ് CMPക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസിൽ ഏറെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനമായത്. LDFിൻ്റെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരം സെൻട്രൽ പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് നിലവിലിപ്പോൾ CP ജോണിന് നൽകിയിരിക്കുന്നത്. ഏറെ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തലസ്ഥാനത്തെ 40 വർഷത്തെ ബന്ധം മുതൽക്കൂട്ടാക്കിക്കൊണ്ട് CP ജോൺ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുകയാണ്. എന്തായാലും അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏറെ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. എങ്ങനെ പോകുന്നു പ്രചരണം? നന്നായി പോകുന്നു. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നിപ്പോൾ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് PK വേണുഗോപാലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 40 വർഷത്തെ ബന്ധമാണെന്ന് തോന്നുന്നു തലസ്ഥാനവുമായി ഉള്ളത്. 40 വർഷത്തെ ബന്ധമാണ്. 40 അല്ല, ചുരുങ്ങിയത് 46-47 വർഷത്തെ ബന്ധം ഈ നഗരവുമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു വിദ്യാർത്ഥിയുമായിരുന്നു. 80-ൽ LLMന് ചേർന്നത്, LLB കഴിഞ്ഞത്. പിന്നെ ഇവിടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ താമസിച്ചു. ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചു. എൻ്റെ ഭാര്യയുടെ ഇവിടെയാണ്. അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ ഇവിടെയാണ് ജനിച്ചത്, വളർന്നത്, പഠിച്ചത്. കോട്ടറയിൽ സ്കൂളിലാണ് പഠിച്ചത്. വൈഫ് ഇവിടെ ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങളുടെ ഒരു 7-8 വീടുകളിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുള്ള ബന്ധമാണ്. തലസ്ഥാനത്ത് ഇന്നലെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയതല്ല, നമ്മൾ നേരിട്ട് നിരവധി വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ തലസ്ഥാനത്തുള്ള ജനങ്ങൾക്കൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ? അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ തന്നെ അത് പറയുന്നത് ശരിയല്ല. എങ്കിലും ഈ റോഡ്, പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള ഈ റോഡ് എൻ്റെ മാക്സിം ഗോർക്കി പറഞ്ഞ പോലെ എൻ്റെ സർവകലാശാലയാണ്. ഈ തെരുവിൽ നിന്നാണ് ഞങ്ങളെല്ലാം പഠിച്ചത്. സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ 13 ദിവസം നിരാഹാരം കിടന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ എൻ്റെ വീടാണ്. എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി അങ്ങനെ പറയുന്നത് ശരിയല്ല. നല്ല ഭൂരിപക്ഷം ജയിക്കും. UDFിന് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ്. വിജയപ്രതീക്ഷ ഈ മണ്ഡലത്തിൽ മാത്രമല്ല, ജില്ലയിലും കേരളത്തിലും നല്ല ഭൂരിപക്ഷം. എന്തായാലും എല്ലാവിധ വിജയാശംസ. വളരെ നന്ദി. എന്തായാലും തലസ്ഥാനത്ത് 47 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് CP ജോൺ. CMPയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ് അദ്ദേഹവുമായി നിരവധി തവണ നമ്മൾ തന്നെ അതായത് പ്രതിഷേധ പരിപാടികളിലും എല്ലാം തന്നെ ജനകീയ പ്രശ്നങ്ങളിലും ഉൾപ്പെടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും വാർത്ത നൽകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതിനിടയിലാണ് നമ്മളോടൊപ്പം അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ UDFിൽ ഉയർന്ന പൊതുവികാരമായിരുന്നു CP ജോണിന് ഒരു ഉറച്ച സീറ്റ് എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. അവസാന കാലത്ത് CPMനോടുള്ള നിലപാടിൽ
MV രാഘവന് ചാഞ്ചല്യം വന്നപ്പോഴും UDF-നൊപ്പം ഉറച്ചു നിന്ന ശബ്ദമാണ് CP ജോണിൻ്റേത്. ജന്മനാടായ കുന്നംകുളത്ത് 2 തവണ പരാജയപ്പെട്ട ജോണിന് തലസ്ഥാനത്ത് കാണുന്ന വോട്ട് ബാങ്ക് 4 പതിറ്റാണ്ട് കാലത്തെ വ്യക്തിബന്ധമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ലാതെ ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ്. CP ജോണിന് സീറ്റ് നൽകുന്നതിൽ പ്രാദേശികമായി എതിർപ്പ് ഉയർന്നു വന്നിരുന്ന ആദ്യഘട്ടത്തിൽ. അതെല്ലാം പരിഹരിച്ചാണ് നിലവിലിപ്പോൾ പ്രചരണം വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ദേശീയ ഉപാധ്യക്ഷനുമായിരുന്ന ജോണിന്റെ CPM വിമർശനത്തിന് മൂർച്ചയേറെയുമാണ്. LDF NDA മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടില്ല എങ്കിലും ശക്തമായ മത്സരം മുന്നിൽ കണ്ട് തന്നെയാണ് ജോണിന്റെ പ്രചരണം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തലസ്ഥാനത്ത് കന്നി വിജയം തേടിയാണ് UDF സ്ഥാനാർത്ഥിയായ CP ജോൺ തലസ്ഥാനത്തിന്റെ അങ്കത്തട്ടിലേക്ക് സെൻട്രൽ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരവുമായി 40 വർഷത്തിലധികം നീണ്ട ബന്ധം മുതൽക്കൂട്ടായി കാണുന്ന ഈ CMP ജനറൽ സെക്രട്ടറി CP ജോൺ കോൺഗ്രസിൽ നിന്ന് ഉയർന്ന അപശബ്ദങ്ങളെയെല്ലാം തന്നെ പറഞ്ഞൊതുക്കിയാണ് നിലവിലിപ്പോൾ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഏറെ വിജയപ്രതീക്ഷയാണ് അദ്ദേഹവും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.